ലീഗിനെതിരെയുള്ള കടന്നാക്രമണം കടുപ്പിച്ച് വെള്ളാപ്പള്ളി നടേശൻ ലേഖനം എഴുതിയിരിക്കുകയാണ് SNDPയുടെ മുഖപത്രമായ യോഗനാഥത്തിൽ. അതിനകത്ത് കടുത്ത വിമർശനങ്ങളാണ്. മുസ്ലിം ലീഗിനെ ഓർമ്മിപ്പിക്കുന്നത് മലബാർ കലാപവും മാറാട് കലാപവും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ എഴുത്ത്. അത് എന്താണ്, മലബാർ കലാപവും മാറാട് മറക്കില്ലെന്നാണ് തലക്കെട്ട് തന്നെ. ലീഗിൻ്റെ മതേതര നിലപാടിനെ എതിർക്കുന്നവരെ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കുകയാണ് ലീഗെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുപോലെ ലീഗിനെ അവരൊരു വർഗീയതയെ എതിർക്കുന്നവരും അവരുടെ ശത്രുക്കളാണ്. ലീഗിൻ്റെ മതേതര സ്വഭാവം കപടമാണെന്ന് വാദിക്കുന്നവരും അതുപോലെ തന്നെ ലീഗിൻ്റെ വർഗീയതയെ എതിർക്കുന്നവരും ഒക്കെ ലീഗ് വിരുദ്ധരും തീവ്രവാദികളും മോശപ്പെട്ടവരുമാണെന്ന് മുദ്രകുത്തുന്ന ഏർപ്പാടാണ് നടക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രധാനപ്പെട്ട വിമർശനം. KM ഷാജിക്കെതിരെയും കൃത്യമായ കടന്നാക്രമണമാണ് വെള്ളാപ്പള്ളി നടത്തുന്നത്. ലീഗ് അഭിനയിക്കുന്നത് ഒരു മതേതര കപട നാടകമാണ്. ലീഗ് ഇപ്പോൾ തന്നെ UDFിനെ ഗ്രസിച്ചിരിക്കുകയാണ്. UDFിൻ്റെ ഭരണം മുഴുവൻ നിയന്ത്രിക്കാൻ പോകുന്നത് ലീഗാണ്. അതിന് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് VD സതീശൻ്റെ മുഖ്യമന്ത്രി പദം. VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് പ്രധാനമായും പ്രേരണയായത് അല്ലെങ്കിൽ സഹായകമായത് ലീഗിൻ്റെ നിലപാടാണ്. അല്ലാതെ സാധാരണ ജനാധിപത്യ നിലപാടുകളിലൂടെ അല്ല VD സതീശൻ മുഖ്യമന്ത്രിയായി വന്നതെന്ന വിമർശനം നേരത്തെ തന്നെ വെള്ളാപ്പള്ളിക്കുണ്ട്. അത് വീണ്ടും വെള്ളാപ്പള്ളി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. കൂട്ടക്കൊല, അതായത് മലബാർ കലാപത്തെ കൂട്ടക്കൊല എന്നാണ് വെള്ളാപ്പള്ളി ഈ ലേഖനത്തിൽ വിശേഷിച്ച്. ഈ കൂട്ടക്കൊലയെ സ്വാതന്ത്ര്യ സമരമാക്കി ചിത്രീകരിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ലീഗിൻ്റെ ഒരു പതിപ്പ് മാത്രമാണ്. അങ്ങനെ തുടങ്ങി ആരോപണങ്ങൾ. ഈ മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടത്തിയ വിമർശനങ്ങളാണ് ഇടതുമുന്നണിയെ ഒരു പരിധിവരെ പരാജയത്തിലേക്ക് തള്ളിയിട്ടത് എന്ന വിമർശനം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി ഇങ്ങനൊരു ലേഖനം കൂടി എഴുതുന്നത്. നമുക്കറിയാം, വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ പിന്തുണച്ചു. വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ കാറിൽ കയറ്റി കൊണ്ടുപോയി. അതൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾക്കും വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും കാരണമായ ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. എന്നാൽ അന്നോ ഇന്നും CPMൻ്റെയോ ഇടതുമുന്നണിയുടെയോ നേതാക്കൾ വെള്ളാപ്പള്ളിയുടെ നാക്കിന് കടിഞ്ഞാനിടാൻ, വെള്ളാപ്പള്ളി പറയുന്നത് തെറ്റാണ് എന്ന് പറയാൻ തയ്യാറായി രംഗത്ത് വന്നിട്ടില്ല. ഇപ്പോഴും സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് വെള്ളാപ്പള്ളിയുടെ ഇഷ്ടം. എന്നാൽ അങ്ങനെ ഇഷ്ടം പറയുന്ന ഒരാളെ CPMും ഇടതുമുന്നണിയും തലയിൽ കയറ്റി കൊണ്ടു നടക്കുന്നത് എന്തിനാണ് എന്നതാണ് വലിയ ഒരു ചോദ്യമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി വീണ്ടും ലീഗിനെ ചോദ്യം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യമുണ്ട്. വെള്ളാപ്പള്ളി ലീഗിനെ കടന്നാക്രമിക്കുന്നത്, വിമർശിക്കുന്നത് അതൊന്നും ഇടതുമുന്നണിക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് പറയാനേ കഴിയുകയില്ല. ഇടതുമുന്നണിക്ക് വേണ്ടിയല്ല വെള്ളാപ്പള്ളി ഈ ഗീർവാണം മുഴക്കുന്നതൊക്കെ തന്നെ. വെള്ളാപ്പള്ളി RSSൻ്റെയും BJPയുടെയും നാവായി നിന്ന് ഈ ഇടത് ചായ്വുള്ള വ്യക്തിയാണ്, ഞാൻ തന്നെ കൊണ്ടുവന്നത് VS ആണ് എന്നൊക്കെ തരത്തിൽ പറഞ്ഞ് ഞാൻ ഒരു ഇടതുമുന്നണിയുടെ ലേബലിൽ നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് സമൂഹത്തെ ധരിപ്പിക്കുകയും അതിലൂടെ RSSൻ്റെ വർഗീയ അജണ്ട അത് സമൂഹത്തിൽ സെറ്റ് ചെയ്യുന്നതിന് വഴി കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ അന്ന് തന്നെ വ്യാപക വിമർശനം വന്നപ്പോൾ വെള്ളാപ്പള്ളിയെ ഇടതുമുന്നണിക്ക് തിരുത്താമായിരുന്നു, അങ്ങനെ പറയരുതെന്ന് പറയാമായിരുന്നു. പക്ഷേ വെള്ളാപ്പള്ളി അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിന്നു. കാരണം CPMന് ലഭിക്കുന്ന, ഇടതുമുന്നണിക്ക് ലഭിക്കുന്ന ഭൂരിഭാഗം വോട്ടും ഈഴവ സമുദായത്തിൽ നിന്നാണ്. വെള്ളാപ്പള്ളിയെ പിണക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേയെങ്കിൽ ആ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് തങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന പേടി കൊണ്ടാകണം CPMും ഇടതുമുന്നണിയൊന്നും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്തത്. പക്ഷേ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വെള്ളാപ്പള്ളിയുടെ നയം ശരിയല്ല എന്ന് കണ്ട് ഒട്ടുമിക്ക ജനങ്ങളും വോട്ട് ചെയ്തു. അത് CPMന് കടുത്ത വെല്ലുവിളിയാണ്. എന്നാൽ ഇപ്പോഴും വെള്ളാപ്പള്ളി തുടരുന്ന ഈ വർഗീയ ജീർണത അത് ആർക്കു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള പ്രായോഗിക ബുദ്ധി ഇടതുമുന്നണിക്കും CPMനുമൊക്കെ ഇല്ലാതെ പോകുന്നു എന്നത് വലിയ
കഷ്ടമാണ്. വെള്ളാപ്പള്ളി കുഴലൂതുന്നത് സംഘപരിവാറിന് വേണ്ടിയാണ്, സംഘപരിവാർ അജണ്ടകൾ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്, വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നതും വർഗീയ കലാപങ്ങളുടെ ആസൂത്രണം നടത്തുന്ന ലീഗാണെന്നുമൊക്കെ പറയുന്നതിലൂടെ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള വെടിമരുന്ന് ഇട്ടുകൊടുക്കുന്നത് പോലുള്ള വിഷം തൂകുന്നത് പോലുള്ള വർത്തമാനമാണ് ഈ വെള്ളാപ്പള്ളി പറയുന്നത്. അതിനെ തിരുത്താൻ സമൂഹത്തിൻ്റെ പ്രബുദ്ധരായ ജനങ്ങളൊക്കെ തയ്യാറാകണം. വെള്ളാപ്പള്ളിക്കെതിരെ കൃത്യമായ മറുപടി നൽകാൻ പുതിയ സർക്കാരിൻ്റെ വക്താക്കളുമൊക്കെ തയ്യാറാകുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്.